കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇപ്പം ഞാൻ പറഞ്ഞിട്ടായാലും എല്ലാ ഈ ചാനലിൽ വേറെ പലരും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പ്രസാദങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ ഓരോ ദിവസവും പ്രസാദങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ എന്തുമാത്രം ഗുണകരമാണ്. ഓരോ ദിവസം വ്രതം എടുക്കുന്നതിന്റെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നും ഞാൻ പ്രത്യേകിച്ച് അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ നമ്മൾ പറയാൻ പോകുന്ന വിഷയം, ഈ ദിവസങ്ങളിൽ ഈ പ്രസാദങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ നിറത്തിലുള്ള പ്രസാദങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വളരെ ഗുണകരമായിരിക്കും. ഓരോ ദിവസത്തിനും ഓരോ പ്രാധാന്യങ്ങളുണ്ട്. ഞായറാഴ്ച പൊതുവെ എല്ലാ ഭഗവാന്മാർക്കും പറയുന്നുണ്ട്. ആദിത്യ ഭഗവാന് കുറച്ച് കൂടുതലായിട്ട്, തിങ്കളാഴ്ച ദേവിക്ക് പാർവ്വതീദേവിക്ക്, ചൊവ്വാഴ്ച ദുർഗാ ഭഗവതിക്ക്, ബുധനാഴ്ച കൃഷ്ണസ്വാമിക്ക് ബുധഭഗവാന്, വ്യാഴാഴ്ച വിഷ്ണുവിന്, വെള്ളിയാഴ്ച എല്ലാ ദേവിമാർക്കും, ശനിയാഴ്ച ശാസ്താവിന്, ശിവന്, അങ്ങനെ എല്ലാ ഓരോ ദിവസവും ഒരു നക്ഷത്രത്തിനായാലും ഓരോ പ്രാധാന്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ജോലിക്ക് പോകുമ്പോഴായാലും ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴായാലും അതാത് ദിവസങ്ങളിലെ അതാത് ഭഗവാന്മാരുടെ ഇഷ്ട നിറത്തിലുള്ള കുറികൾ തൊട്ടുകൊണ്ട് പോയാൽ, അല്ലെങ്കിൽ ആ നിറത്തിലുള്ള പ്രസാദം, അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം സൂക്ഷിച്ച് ദപ്പിക്കാത്ത പോലെ വെച്ച് അത് വെള്ളത്തിൽ ചാലിച്ച് തൊട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ദിവസം വളരെ ശുഭകരമാവും, അല്ലെ മംഗളകരമാവും. ആ ദിവസത്തെ നമ്മുടെ നെഗറ്റീവ്സ്, നമുക്ക് വരാനുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ വഴിമാറിപ്പോവും. അപ്പൊ ആ ഏതൊക്കെ ദിവസങ്ങൾ ഏതൊക്കെ നിറങ്ങളാണെന്നല്ലേ. അപ്പൊ നമുക്ക് അതിലേക്കൊന്ന് കിടക്കാം. ഞായറാഴ്ച ദിവസങ്ങളിൽ കുങ്കുമം, ഭസ്മം, മഞ്ഞൾ, ഇത് മൂന്നും നമ്മൾ ഞായറാഴ്ച തൊടുകയും, തിങ്കളാഴ്ച വരുമ്പോഴേ ചന്ദനവും കുങ്കുമവും മാത്രമായിട്ടും, ചൊവ്വാഴ്ച വരുമ്പോഴേ മഞ്ഞളും ചന്ദനവും മാത്രമായിട്ടും, ബുധനാഴ്ച വരുമ്പോഴേ മഞ്ഞൾ മാത്രമായിട്ടും, വ്യാഴാഴ്ച വരുമ്പോൾ ഭസ്മവും ചന്ദനവുമായിട്ടും, വെള്ളിയാഴ്ച നമ്മൾ വരുമ്പോൾ കരിപ്രസാദം, കറുപ്പ് പ്രസാദം അറിയാല്ലേ, കരിപ്രസാദവും ചന്ദനം മാത്രമായിട്ടും, ശനിയാഴ്ച വരുമ്പോൾ കറുപ്പ്, മഞ്ഞ, ചുവപ്പ് നിറത്തിലുള്ള പ്രസാദങ്ങൾ മാത്രമായിട്ടും തൊട്ട് ഓരോ പ്രാധാന്യമുള്ള ദിവസങ്ങളുണ്ട്. ഒന്നാം ദിവസം എല്ലാ നിറത്തിലുള്ള കുറികൾ നമുക്ക് തൊടാൻ പറ്റും. നമ്മുടെ നാളിന്, മാസം അവന്റെ നാളിന് ഈ പറഞ്ഞ എല്ലാ കുറികളും നമുക്ക് തൊടാം. ഇനിയിപ്പം നമുക്ക് ഈ ചിലർക്ക് ഭസ്മം അലർജി, അല്ലെങ്കിൽ ചിലർക്ക് ചന്ദന അലർജി എന്നൊക്കെ പറയും. അങ്ങനെയുള്ളവർക്ക് പൊതുവെ തൊടാൻ പറ്റുന്നില്ല. ഗണപതി ഹോമത്തിന് കരിപ്രസാദം എല്ലാ ദിവസവും തൊടാം, ആർക്കും തൊടാം. പ്രത്യേകിച്ച് ദോഷമൊന്നും ഉള്ളതല്ല. കാരണം തേങ്ങാപ്പൂള് അല്ലെങ്കിൽ ഈ തൊണ്ട് കരിഞ്ഞതാണ്, നെയ്യും തേനും ശർക്കരയൊക്കെ ചേർത്ത് ചാലിച്ചെടുക്കുന്ന ഇത് തൊട്ടെന്ന് വെച്ചാൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. നാച്ചുറലായിട്ടുള്ള 100% നാച്ചുറലായിട്ടുള്ള വസ്തുക്കൾ മാത്രമേ അത് ചേരുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള പ്രസാദങ്ങൾ ഓരോ ദിവസവും ഞാൻ ഈ പറഞ്ഞ നിറത്തിലുള്ള പ്രസാദങ്ങൾ തൊട്ട് ഒന്ന് മുന്നോട്ട് പോയി നോക്കിയാട്ടെ. നമുക്ക് റിസൾട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും നമുക്കൊരു നല്ലൊരു മാറ്റം നമ്മുടെ ഒരു ചിന്താഗതിയിലായാലും നമുക്ക് വരുന്ന അനുഭവങ്ങളിലായാലും നമുക്കുണ്ടാവും. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.